മന്ത്രിസഭാ ചർച്ചകൾ നടക്കാനിരിക്കെ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ തിരക്കിട്ട ചർച്ചകൾ. കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ്, ആന്റണി എം.പി., എം.കെ. രാഘവൻ എം.പി. തുടങ്ങിയ നേതാക്കൾ കെ.സിയെ കാണാനെത്തി. കെ.സി. വേണുഗോപാലിനെതിരായ സൈബർ ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനമായി എം.കെ. രാഘവൻ എം.പി. കെ.സി. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്നും ചെയ്തവർക്ക് ആത്മസുഖം കിട്ടട്ടെ എന്നും എം.കെ. രാഘവൻ പറഞ്ഞു. അല്ല, എല്ലാവരും ചെയ്തല്ലോ അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും, അതുണ്ടാവട്ടെ. അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാർട്ടി നടത്തുമല്ലോ, സ്വാഭാവികമല്ലേ, പാർട്ടി നടത്തുമല്ലോ. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് കെ.പി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDF-ലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇനിയിപ്പോൾ കന്റോൺമെൻറ് ഹൗസിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും മറ്റ് UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. എല്ലാം പരിഹരിച്ചു. Everybody will be comfortable in the Congress party. Yes. Joseph will be coming Tamil Nadu. Is it confirmed? It is not confirmed. ജിബിൻ JB ആണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ. ജിബിൻ, അത്രയധികം MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് ഉണ്ടായിരുന്നപ്പോഴും ആകെ പരസ്യ പ്രതികരണമായി വന്നത് പഴകുളം മധുവും ഒരു നസീർ മാത്രമായിരുന്നു. ഇപ്പോൾ എം.കെ. രാഘവൻ എം.പിയുടെ ആ പ്രതികരണം, അത് ഒരു വേദനയിൽ കുതിർന്ന പ്രതികരണമാണെങ്കിൽ കൂടിയും കെ.സിക്ക് വേണ്ടി കൂടുതൽ നേതാക്കൾ പരസ്യമായി സംസാരിച്ചു തുടങ്ങുന്നു എന്നർത്ഥമുണ്ടോ? എപ്പോഴാണ് കെ.സി. വേണുഗോപാൽ RCയെ കാണുക, ജിബിൻ? ഹാഷ്മി, ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള കെ.സിയുടെ വീട്ടിലേക്ക് പ്രവർത്തകരുടെയും MLA-മാരുടെയും MP-മാരുടെയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കാണ് നമ്മൾ കണ്ടത്. ആദ്യം ഇവിടെ എത്തിയത് ചാണ്ടി ഉമ്മനാണ്, പിന്നീട് സണ്ണി ജോസഫ്, നേരത്തെ പറഞ്ഞ എം.കെ. രാഘവൻ, T. സിദ്ദിഖ്, PC. വിഷ്ണുനാഥ് തുടങ്ങി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള മണി C. കാപ്പൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. UDF കക്ഷി യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ തിരക്കിട്ട ചർച്ചകളാണ് നേരത്തെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കെ.സിക്ക് കൂടുതൽ പിന്തുണ ഏറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണ ലഭിച്ചിരുന്നത് കെ.സിക്കാണ്. അത് ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായത്. പക്ഷേ ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഇടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് കെ.സിക്ക് തന്നെയാണ്. നിലവിൽ ഈ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് കെ.സി. വേണുഗോപാലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ചെന്നിത്തലയിലെ വീട്ടിലേക്ക് പോകും. ഇവിടെ അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ തന്നെ ഇപ്പോഴും സജ്ജീകരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് വാഹനം വീട്ടിലേക്ക് വന്ന് സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയം ഇനിയും പ്രവർത്തകർ അദ്ദേഹത്തെ കാണാനായി എത്തിയവർ ഒരുപാട് പേർ നമുക്ക് ഈ വീട്ടിൽ കാണാം. അതായത് കെ.സി. വേണുഗോപാലിന്റെ തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള വീടാണിത്. ഇപ്പോഴും പ്രവർത്തകർ, നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, MP-മാർ ഉൾപ്പെടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ അതിർത്തികൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.